Celebrating 50 years. Majestic Jewelers. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം അവസാനിക്കാറായെന്ന് കെ.ടി. ജലീൽ. കുഞ്ഞാലിക്കുട്ടി വായ തുറക്കാത്ത വാർത്താസമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നത് ഇത് ചരിത്രമാണെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. ഇ.ടി. മുഹമ്മദ് ബഷീർ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ആരും മൈക്ക് തട്ടിപ്പറിക്കാൻ വന്നിട്ടില്ലെന്നും ജലീൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗിൽ അവസാനിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, പാണക്കാട് കുടുംബത്തിൻ്റെ മേസിരിപ്പണി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഏതായാലും എന്താണോ കേരളത്തിലെ ജനാധിപത്യ സമൂഹം ആഗ്രഹിച്ചത് അതാണ് ഇന്ന് നടന്നിരിക്കുന്നത്. എന്താണാവോ കേരളത്തിലെ ജനാധിപത്യ സംവിധാനം ആഗ്രഹിച്ചത് അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മാഫിയ രാഷ്ട്രീയത്തിനെതിരായ താക്കീതാണ് മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലുണ്ടായത്. വാക്കു പറഞ്ഞാൽ വാക്കാവണം, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. കുഞ്ഞാലിക്കുട്ടിയുടെ യുഗം ലീഗിൽ അവസാനിച്ചേ പറ്റൂ. ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന്റെ ആശാനാണ് കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ടാണ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാമെന്ന് തോന്നിയത്. പലരെയും നിശബ്ദരാക്കിയതും പുറത്താക്കിയതും കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുറത്തുപോകൽ ലീഗിന് അനിവാര്യമാണ്. കാത്തിരുന്ന് കാണാം. കുഞ്ഞാലിക്കുട്ടി യുഗം ലീഗിൽ അവസാനിക്കുകയാണ്. അത് അവസാനിച്ചേ പറ്റൂ. കാരണം ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിൻ്റെ ആശാനാണ് കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്ന് തോന്നിയത്. പലരെയും അദ്ദേഹം നിശബ്ദരാക്കിയത്, സൈഡ് ലൈൻ ചെയ്തത്, സേട്ടു സാഹിബിനെ പുറത്താക്കിയത്, PM അബൂബക്കർ സാഹിബിനെയും UA ബീരാൻ സാഹിബിനെയും പുറത്താക്കിയത്, അതിനൊക്കെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. ആ അദ്ദേഹത്തിനും ഒരു പുറത്തുപോകൽ അനിവാര്യമായിരിക്കും ലീഗിൽ. P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് യോഗം ചേർന്നത്. പാണക്കാട്ട് കുടുംബാംഗങ്ങളും ലീഗ് ദേശീയ നേതൃത്വവും പങ്കെടുത്ത യോഗത്തിൽ മൊയ്നെതിരെ കടുത്ത നടപടിയില്ലെന്നാണ് തീരുമാനമായത്. കെ.ടി. ജലീലിനു പിന്നാലെയാണ് മൊയ്ൻ അലിയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണങ്ങളുമായി എത്തിയത്. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് വഴി കള്ളപ്പണം ഇടപാട് നടന്നുവെന്ന ആരോപണത്തിൽ ഹൈദരാലി ശിഹാബ് തങ്ങൾക്ക് ഇഡിയുടെ നോട്ടീസ് കിട്ടാൻ കാരണം കുഞ്ഞാലിക്കുട്ടിയാണെന്ന മൊയ്ൻ അലിയുടെ ആരോപണമാണ് ലീഗിന്റെ ഉന്നതതല സമിതി യോഗം വരെ എത്തിയത്. ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു മൊയ്ൻ അലിയുടെ പരാമർശങ്ങൾ.